ഈ 2100 100% കൊച്ചി വെള്ളത്തിനടിയിലാവുന്നു എന്നുള്ളത് പ്രഡിക്റ്റബിൾ. ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ട്, അതായത് ഈ പരിചയമില്ലാത്ത ആളുകൾ അങ്ങനെ പറയുന്നത് മാത്രമേ ഉള്ളൂ. ഈ കൊച്ചിക്ക് എന്ത് സംഭവിക്കുന്നുള്ളതിനെ പറ്റി ബ്രോഡായിട്ടുള്ളൊരു അനാലിസിസ് ക്ലൈമറ്റ് സെൻട്രൽ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് നടത്തിയിട്ടുണ്ട്. കൊച്ചി മാത്രമല്ല, ലോകം മുഴുവൻ അവർ നടത്തിയിട്ടുണ്ട്. അന്ന് നോക്കിക്കഴിഞ്ഞാണെങ്കിൽ 2050, 2075, 2070, 2100 എവിടേക്കാണ് അഫക്റ്റ് ചെയ്യുന്നതെന്ന് ആ മാപ്പിൽ നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ നിങ്ങളുടെ എല്ലാം വീടുകൾ എവിടെയാണ്, ഈ കെട്ടിടം എവിടെയാണെന്നൊക്കെ നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതാണ്. ഞാൻ പല ആളുകളോടും പറയാറുണ്ട്, നിങ്ങൾ കൊച്ചിയിൽ അവിടെയാണ് നിങ്ങളുടെ വീടെങ്കിൽ അത് പതുക്കെ വിറ്റ് മാറുന്നതാണ് ബുദ്ധി. വീട് വാങ്ങുകയാണെങ്കിൽ അതെവിടെയാണെന്നൊന്ന് അന്വേഷിക്കുന്നതാണ് ബുദ്ധി. അത് കുട്ടനാട് ഉൾപ്പെടെ. അപ്പോൾ എനിവേ ദ ബേസിക് പോയിന്റ്, സം പാർട്ട് വിൽ ബി അഫക്റ്റഡ്. ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ ലെറ്റ്സ് സേ കൊച്ചിയുടെ ഹൈറ്റ് സീ ലെവൽ റൈസ് 1 മീറ്റർ ഉണ്ടാവുമെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്കൊരു ബണ്ടുവാൾ കൊച്ചിക്ക് ചുറ്റും കെട്ടുക. അപ്പോൾ ഈ ഭാഗത്തുനിന്ന് വരുന്ന വെള്ളം എന്ത് ചെയ്യും? അപ്പോൾ നമുക്ക് ഭയങ്കര ഹൈ വോളിയം പമ്പ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുക. നമുക്ക് കൊച്ചിയിൽ വലിയ റിസർവയർസ് ഉണ്ടാക്കുക. എഞ്ചിനീയറിംഗ് വൈസ് ഇതൊക്കെ പോസിബിൾ അല്ലേ എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഒരു എഞ്ചിനീയറുടെ ഡ്രീം പ്രോജക്റ്റ് ആയിരിക്കും. ഇപ്പോൾ വെനീസിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വലിയ സീ വാളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഓട്ടോമാറ്റിക്കായിട്ട് ഇവോൾവ് ചെയ്യുന്നതൊക്കെ യു ക്യാൻ ചെക്ക്. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളെ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഇതിൽ മാൽ അഡാപ്റ്റേഷൻ എന്നാണ് പറയുന്നത്. ഒരു അഡാപ്റ്റേഷൻ മെഷർ തന്നെയാണത് ബണ്ടുവാൾ ഉണ്ടാക്കുന്നത്. പക്ഷേ പ്രകൃതിയായിട്ടുള്ളൊരു ആ ബാറ്റിൽ നമ്മൾ വിജയിക്കാൻ പോകുന്നില്ല. നമ്മൾ 1 മീറ്റർ ഇന്നുണ്ടാക്കി അത് ചിലപ്പോൾ 1 മീറ്റർ നിന്നൊന്നും വരില്ല, കൂടുതലായിന്ന് വരും. അല്ലെങ്കിൽ അടുത്ത 50 വർഷം കഴിയുമ്പോൾ 1.5 മീറ്റർ ആകും. അപ്പോൾ ഇതിനെ ബണ്ടുവാൾ ഉയർത്തി പ്രതിരോധിക്കുന്നതിലും നല്ലത് ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് ലാൻഡ് ലോസ് ഉണ്ടാകുമെന്ന് അക്സെപ്റ്റ് ചെയ്യുക. അതിനാണ് മേക്കിംഗ് സ്പേസ് ഫോർ വാട്ടർ പറയുന്നത്. വെള്ളമുണ്ട്, വെള്ളത്തിന് വികസിക്കാനുള്ള സ്ഥലം വേണം എന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് ഒരു സർട്ടൻ പാർട്ട് ഓഫ് ദ സിറ്റി മേ ഹാവ് ടു ബി കൺവേർട്ടഡ് ഇൻ ടു എ ബഫർ സോൺ ഫോർ ദ വാട്ടർ ടു എക്സ്പാൻഡ്. ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ എറണാകുളത്തെ അത് വളരെ എളുപ്പമാണ് മാപ്പ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഓരോ പൊക്ക കാലത്തും ഏറ്റവും വെള്ളം കയറുന്ന സ്ഥലം കണ്ടുപിടിച്ചാൽ മതി. ഇപ്പോൾ എറണാകുളം ബസ് സ്റ്റാൻഡ് ഒരു പക്ഷേ ഒരു കുളമായിരുന്നിരിക്കണം. അങ്ങനെയാണ് എറണാകുളം എന്നുള്ള പേരൊക്കെ ആ കാലത്ത് ഉണ്ടായിരുന്നത്. എറണാകുളത്ത് നമ്മൾ കാണുന്ന പല സ്ഥലങ്ങളും പണ്ട് ഒരു വെറ്റ്ലാൻഡ് ആയിരുന്ന സ്ഥലങ്ങളാണ്. അത് ഒരുപക്ഷെ അവിടെ നിലനിർത്തിക്കൊണ്ട് ലോങ് ടൈം ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് പോസിബിൾ അല്ല. ഇൻക്രീസിംഗിൽ അത് കൂടുതൽ എക്സ്പെൻസീവ് ആണ്. ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് പ്രോപ്പർലി എറണാകുളത്തെ ഇതുപോലുള്ള നമുക്ക് കൺട്രോളുള്ള സ്ഥലങ്ങൾ ഓപ്പൺ ഏരിയ ആക്കി അവിടെ ഒരു, ഇപ്പോൾ ചൈനയിലൊക്കെ പോപ്പുലറായിട്ട് വരുന്ന ഒരു ഐഡിയ ഉള്ളൂ, സ്പോഞ്ച് സിറ്റീസ് എന്നാണ് പറയുന്നത്. വെള്ളം വരുമ്പോൾ അബ്സോർബ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ടാകുന്ന സിറ്റി. അപ്പോൾ എറണാകുളം ബസ് സ്റ്റാൻഡും മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടൊക്കെ വലിയ പോണ്ടുകളാക്കി മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് ബഫർ നമുക്ക് കൊടുക്കാൻ പറ്റും. ഒരു ബണ്ടുവാൾ കൊടുത്തുള്ള സൊല്യൂഷൻ ആയിരിക്കാൻ കൂടുതൽ അപ്രോപ്രിയേറ്റ് ഈ വർദ്ധിച്ചു വരുന്ന വെള്ളത്തിന് ഒരു സ്പേസ് കൊടുക്കുന്ന ഒരു സൊല്യൂഷനാണ് എന്നൊരു വിശ്വാസമാണ് എനിക്കുള്ളത്. ഇതേ ഇതിൽ തന്നെ ഞാൻ പറയാറുള്ള കാര്യമുണ്ട്. ഇപ്പോൾ എറണാകുളത്തെ ജനറൽ ഹോസ്പിറ്റൽ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വൾണറബിലിറ്റി പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ളൊരു ലൊക്കേഷനാണ് ഇത്. ഇപ്പോൾ പ്രാക്ടിക്കലായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ലൊക്കേഷനാണ്. ഒരു എമർജൻസിക്ക് അവിടെ പോകണമെങ്കിൽ ഈ കേരള സിറ്റിയുടെ മുഴുവൻ ട്രാഫിക്കിൽ കൂടെ കടന്നു വേണം ജനറൽ ഹോസ്പിറ്റലിൽ പോകാനായിട്ട്. ഓക്കെ, ആ ജനറൽ ഹോസ്പിറ്റൽ ഈസ് ദെയർ. നമുക്ക് 2 പോസിബിലിറ്റി ഉണ്ട്. ഒന്ന്, മറൈൻ ഡ്രൈവിൻ്റെ അപ്പുറം ബണ്ടുവാൾ ഉണ്ടാക്കി, അല്ലെങ്കിൽ വെനീസിലെ പോലെ ഫോർട്ട് കൊച്ചിയിൽ വലിയ ഹിഡൻ ഇമ്മേഴ്സ്ഡ് ആയിട്ടുള്ള സീ വാളുകൾ ഉണ്ടാക്കി നമുക്ക് വേണമെങ്കിൽ സുനാമിയെയും കടലാക്രമണത്തെയൊക്കെ പ്രതിരോധിക്കാം എന്ന് വിചാരിക്കാം. രണ്ടാമത്തത്, ഇനി ജനറൽ ഹോസ്പിറ്റലിന് ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടെങ്കിൽ അത് നമ്മളുടെ ബൈപ്പാസിന് അപ്പുറത്തുള്ള ഏതെങ്കിലും ഒരു സ്പേസിലേക്ക് മാറ്റി പുതുതായിട്ട് വരുന്ന വാർഡുകളെങ്കിലും അവിടെ മാറ്റുക എന്ന് പറയുക. എന്നിട്ട് ഇവൻച്വലി യു ഷിഫ്റ്റ് ദിസ് ഔട്ട് ഓഫ് ദാറ്റ് പ്ലേസ് എന്നുള്ള തരത്തിൽ നമ്മൾ ചിന്തിക്കുക. ഞാനത് ഹൈക്കോർട്ടിനെ പറ്റി ഞാൻ പല പ്രാവശ്യം പറയുന്നതാണ്. ഇപ്പോൾ ഹൈക്കോർട്ട് അപ്പാർട്ട്ലി ദർ ഡിസൈഡിങ് ടു മൂവ് ടു കളമശ്ശേരി. അപ്പോൾ നമുക്കൊരു ലൈൻ ഓഫ് ഡിഫൻസ് നമ്മൾ മെൻ്റലായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ ബൈപ്പാസ് ആണ് ഞാൻ അനലൈസ് ചെയ്തിട്ട് പറയുന്നതല്ല കേട്ടോ. അത് പക്ഷേ ബൈപ്പാസ് ഈസ് ഓൾസോ മോർ വൾണറബിൾ.
അതിന് ഫ്രണ്ടിലുള്ള കാര്യങ്ങളിൽ പുതിയ ഇൻവെസ്റ്റ്മെന്റ് നടത്താതിരിക്കും. അത് ജനങ്ങൾക്ക് കൂടുതൽ കൺവീനിയന്റ് ആയിട്ടുള്ള സ്ഥലമാക്കി എടുക്കാം. പിന്നെ ഫോർ എക്സാമ്പിൾ അവിടെ കൂടുതൽ ഓപ്പൺ ഏരിയ ഉണ്ടായി കഴിഞ്ഞാൽ കൊച്ചി ബിക്കം എ ബെറ്റർ സിറ്റി ഫോർ ദോസ് ഹു ആർ ദർ, ആൻഡ് ദെൻ those who have to move are adequately compensated in some way. അതാണൊരു ക്ലൈമറ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ. മറ്റുള്ള ഒരു മാൽ അഡാപ്റ്റേഷൻ ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും.